ഹായ് മക്കളെ, ദിസ് ഈസ് ദറാണേ. പിന്നെ മക്കളെ എല്ലാവർക്കും എജ്പോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒന്നുമല്ല, +1 ഒരു അടിപൊളി ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലെ ഒരു വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ടോപ്പിക് ആണ് pH അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും pHന് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള, അതേപോലെ pHുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. മക്കളെ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ആ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റിലെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു പാറ്റേൺ ചേഞ്ച് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ pH ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ പറ്റും. എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.1 മോളാർ HCl സൊല്യൂഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നമുക്ക് അറിയുന്നതാണ്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ എന്നാണല്ലോ. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്, 0.1 മോളാർ HCl അല്ലേ മക്കളെ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് HCl അല്ലെങ്കിൽ H+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0.1 മോളർ ആണ്, കാരണം ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു pH is equal to എന്താടാ, pH is equal to -log 0.1 ആണ്. എടാ ഈ 0.1 എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 10⁻⁻1 എഴുതാൻ പറ്റും. സോ ഞാൻ കൊടുക്കുകയാണ് pH is equal to -log 10⁻⁻1. നമുക്കൊരു റിസൾട്ട് ഉണ്ട്, log 10⁻⁻x is equal to x. എന്താടാ, log 10⁻x is equal to x ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്ന് പറയടാ, എന്തായിരിക്കും ആൻസർ? pH is equal to -1 that is equal to +1 അല്ലേ. that is equal to +1 നമുക്ക് എന്ത് ചെയ്യാം, 1 എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. that is pH is equal to 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് is strongly acidic ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ പറ്റുമോ ഇല്ലേ, നിങ്ങൾ പറഞ്ഞോ, ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ കഴിഞ്ഞ 2023 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എത്ര മാർക്കിന്? 2 മാർക്കിന് തന്നെ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2023. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ. കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 മോളാർ NaOH സൊല്യൂഷൻ. എന്താണ് NaOH സൊല്യൂഷൻ? നമ്മൾ നേരെ കൊടുക്കും pH is equal to എന്താ, ഇക്വേഷൻ എന്താ, pH is equal to -log കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് കൊടുക്കും. എന്നിട്ടോ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇതായിട്ട് എടുക്കും. ആണോ? അല്ല. ആ ഒരു 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to concentration of OH- അല്ലേടാ, concentration of OH- ആണ്. that is equal to 10⁻⁻2 മോളർ ആണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. സെറ്റ്. പക്ഷേ ഇവിടെ pHും pOHും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്, അല്ലെങ്കിൽ pOH കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എങ്ങനെ pOH കാണാം? ആദ്യം നമുക്ക് അറിയാം pHും അതേപോലെ തന്നെ pOHും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്ത്, 14. pH + pOH is equal to 14. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, pOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -log കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. അപ്പൊ -log എന്ത് വന്നു കഴിഞ്ഞാലും അതെന്താ, P ഓഫ് സംതിങ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, pOH കാണാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു -log 10⁻². -log 10⁻². എത്ര ആൻസർ കിട്ടുക? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞാണ് log 10⁻x is equal to x ആണെങ്കിൽ -log 10⁻² is equal to 2 ആണ്. ദാറ്റ് ഈസ് ദി pOH. മക്കളെ നമുക്ക് അതല്ല കണ്ടുപിടിക്കേണ്ടത്. സോ pH എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. 14 - pOH എന്ന ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ എന്താ കിട്ടുക, 14 - pOH is equal to അല്ലെ. 14 - pOH എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ? എത്രയാ? 2 രണ്ടാണ് അല്ലെ. സോ 14 - 2 is equal to എത്ര കിട്ടുക? 12 എന്ന് കിട്ടും കേട്ടോ. അപ്പം ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് തന്നത് ബേസ് ആണ്, ബേസിനും pH ഉണ്ട്. ആ pHന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം ആ ബേസിന് കറസ്പോണ്ടിങ് ആയ pOH കാണാം, എന്നിട്ടോ 14 നിന്നും കുറയ്ക്കാം. സെറ്റാണ്, റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എന്താ, ദ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് HNO2 നൈട്രസ് ആസിഡ് എത്രയാണ്? 4.5 × 10⁻⁻4. കാൽക്കുലേറ്റ് pH ഓഫ് 0.4 മോളാർ HNO2 സൊല്യൂഷൻ ഇൻ വാട്ടർ. മക്കളെ ആദ്യം തന്ന സാധനങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് Ka is equal to 4.5 × 10⁻⁻4 ആണ്. അതേപോലെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C is equal to 0.04 മോളാർ ആണ്. മക്കളെ നമുക്ക് അറിയാം ഈ Kaയും Cയും തമ്മിലൊരു ബന്ധമുണ്ട്. Ka is equal to C × α² ആണ്. ഡിവൈഡഡ് ബൈ 1 - α ഉണ്ട്, പക്ഷെ അപ്രോക്സിമേറ്റ്ലി is equal to C⁴ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൽഫ കാണാൻ വേണ്ടി പറ്റും. ആൽഫ കണ്ടിട്ടോ, ആൽഫ കണ്ടിട്ട് എന്താ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് Ka എന്നുള്ള ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോൺസെൻട്രേഷൻ ഓഫ് H3O+. കണ്ടോ,
കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു സി ആൽഫ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെറിവേഷന്റെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു സി ആൽഫ. എടാ സിന്റെ വാല്യൂ ഉണ്ട്, Ka ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ആണ്. അപ്പൊ സിന്റെ വാല്യൂ ഉള്ളത് കൊണ്ടും Ka ന്റെ വാല്യൂ ഉള്ളത് കൊണ്ടും ആൽഫ സ്ക്വയർ കിട്ടും. ആൽഫ സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ കിട്ടും. ആൽഫ ഇൻറ്റു സി ചെയ്താൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് കിട്ടും. നമുക്കറിയാം പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് എന്നോ അല്ലെങ്കിൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്നാണ് പറയുന്നുണ്ടാവുക. മക്കളെ ഒന്ന് ശ്രദ്ധിക്കടാ, നമ്മളൊരു ഇക്വേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ HNO2 ഉണ്ട്. HNO2 പ്ലസ് H2O വാട്ടറിലാണെന്ന് പറയുന്നു. എനിക്ക് എന്താ കിട്ടുക? H3O പ്ലസ് പ്ലസ് NO2 മൈനസ് ആണ്. ഓക്കെ, നമ്മൾ ഇവരുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ സി എന്ന് എടുക്കുന്നു. ഇയാളെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ സി എന്ന് എടുക്കുകയാണ്. ഇയാളെ ഞാനിവിടെ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സി എന്ന് എടുത്തു, മൈൻഡ് ചെയ്യുന്നില്ല. ഇയാളുടെ കോൺസെൻട്രേഷൻ നമ്മളിവിടെ 0 ആണ്. ഇവിടെ 0 ആണ്, കാരണം ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതേപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾ ഇവിടെ എന്തായിരിക്കും? സി ആൽഫ ആണെന്ന് വിചാരിക്കുക. കാരണം ആൽഫ ഈസ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു 50 മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. 50 ഒരു 10 എണ്ണം അയോൺസ് ആയിട്ട് മാറി. ആ എത്ര എണ്ണം അയോൺസ് ആയിട്ട് മാറിയുള്ള പെർസെന്റേജിനാണ് എന്ത് വിളിക്കുക? ആൽഫ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 10 എണ്ണം മാറി എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പെർസെന്റേജാ? 50 20% അല്ലെ? ആ 20% നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എത്രത്തോളം നമ്മുടെ മോളിക്യൂൾ അയോൺസ് ആയിട്ട് മാറി, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അയോണൈസേഷൻ ആൽഫ. അപ്പം അത് ഇൻറ്റു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇയാളും എന്ത് തന്നെയാണ്? ആൽഫ തന്നെയാണ്. ഓക്കെ, ഇയാൾ അപ്പം ഉണ്ടാവുക സി ഇൻറ്റു 1 മൈനസ് ആൽഫ ആണ്. നമ്മൾ ഡെറിവേഷന്റെ സമയത്ത് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഈ പോയിന്റ് ആണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഇവിടെ സി ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പി എച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബാക്കി ചെയ്ത് നോക്കാം. മക്കളെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. Ka is equal to C alpha square. So C alpha square is equal to Ka ന്റെ വാല്യൂ ആണ് അല്ലെ. നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? PK എന്ന് തന്നിട്ടുണ്ട് അല്ലെ. സോറി, Ka തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കാൽക്കുലേഷനിലേക്ക് വരാണ്. നമുക്കറിയാം നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. നമുക്ക് സി ആൽഫ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം കൊടുക്കുന്ന പരിപാടി Ka is equal to C into alpha square. അപ്പൊ എനിക്ക് ആര് മനസ്സിലായി? സി ആൽഫ സ്ക്വയർ ഈക്വൽ ടു Ka ന്റെ വാല്യൂ 4.5 into 10 raised to minus 4 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 4.5 into 10 raised to minus 4 all divided by സിന്റെ വാല്യൂ നമുക്ക് അറിയാം 0.04 ആണ് അല്ലെ. എത്രയാണ്? 0.04. ഇതിന്റെ ആൻസർ കിട്ടാൻ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും 0.1125 ആണ് കിട്ടുക. ഓക്കെ, സോ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 0.1125. സോ ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.1125 എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? 0.106 എന്നാണ് കിട്ടുക. ഞാൻ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ആൽഫന്റെ വാല്യൂ 0.0106 ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ആൽഫ അല്ലടാ, സി ആൽഫ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കൾ എന്താ കിട്ടുക? 0.04 into 0.106 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0424 എന്നാണ് കിട്ടുക. 0.0424. ഓക്കെ മക്കൾ, നമുക്ക് എന്ത് കിട്ടി? H3 പ്ലസ് കിട്ടി. ഇനി വളരെ എളുപ്പത്തിൽ കിട്ടാൻ പറ്റും. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ്. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3 പ്ലസ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് സി ആൽഫ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എത്രയ്ക്കും? 0.0424 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ ആൻസർ കിട്ടുക 2.37. എത്ര കിട്ടുക? 2.37. ലോഗ് 0.0424 മൈനസ് 2.37 ആണെങ്കിൽ നമ്മുടെ പി എച്ചിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 2.37 ആയിരിക്കും. ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ ഒരൊറ്റ വട്ടം ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേട്ടാൽ സംഭവം സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 molar CH3CO in a sodium acetate solution. മക്കളെ ഈ ഒരു സാൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ CH3COONA എന്ന് പറഞ്ഞാൽ that is formed from CH3COOH. It is a weak acid and NaOH it is a strong base. അല്ലെ, അപ്പൊ ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും വരുന്ന സാൾട്ടിന്റെ pH കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ടിൽ എന്താ ഇക്വേഷൻ? pH is equal to 7 plus 1/2 into വീക്ക് ആസിഡ് ആയതുകൊണ്ട്
PKA പ്ലസ് ലോഗ് സി. നമുക്കറിയാം ഇവിടെ കെ എന്റെ വാല്യൂ എത്രയാ 1.8 ഇൻറ്റു 10⁻⁻6 ആണ്. സിന്റെ വാല്യൂ 0.01 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് PKA ആണ്. PK is equal to മൈനസ് ലോഗ് കെ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ മൈനസ് ലോഗ് എന്താ കിട്ടുക 1.8 ഇൻറ്റു 10⁻⁻6 ആണ്. ലോഗ് 1.8 10⁻⁻6 -5.77 ആണെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര കിട്ടുക 5.77 എന്ന് കിട്ടും. തീർന്നില്ല, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് pH ആണ്. സോ pH is equal to മക്കളെ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു 7 + 1/2 ഇൻറ്റു 5.77 പ്ലസ് ലോഗ് എന്താണ് ലോഗ് സി എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് 0.01 അല്ലടാ 0.01 ആണ്. മക്കളെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോഗ് 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 10⁻⁻² ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് -2 എന്ന് പറയുമ്പോൾ അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവുക -2 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഒന്ന് പറഞ്ഞടാ pH is equal to 7 + 1/2 ഇൻറ്റു 7 + 1/2 ഇൻറ്റു 5.77 - 2 5.77 - 2. ഒരു കാര്യം മനസ്സിലായി, pH is equal to 7 + 1/2 ഇൻറ്റു 3.77 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ആൻസർ നമുക്ക് ഏകദേശം കിട്ടുക. സോ ഇതിന്റെ ആൻസറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 7 + 1.885 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.885 എന്നായിരിക്കും നമുക്ക് pHന്റെ വാല്യൂ കിട്ടുന്നുണ്ടാവുക. ഓക്കെ മക്കളെ, ഒന്നുമില്ല, ഒരു വീക്ക് ആസിഡും അതേപോലെ സ്ട്രോങ് ബേസും ആണ്. സോ PKA പ്ലസ് ലോഗ് സി ആണ്. ആദ്യം PKA കാണാം, പിന്നെ ലോഗ് സിയിൽ നമ്മൾ ആ ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ ലോഗ് 10⁻⁻2 കിട്ടും, അത് -2 ആണ് ആൻസർ ഉണ്ടാവുക. സോ ആ ഒരു PKA എന്ന് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഹാഫ് എടുക്കുക, then എന്ത് ചെയ്യുക ആ ഒരു 7 ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. എന്താ അവസാനത്തെ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ pH ഓഫ് ബഫർ കണ്ടെയ്നിങ് അസിഡിക് ബഫർ ആണെന്ന് തോന്നുന്നു അല്ലേ. അസിഡിക് ആസിഡും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സോഡിയം അസിഡും ആണ്. K ന്റെ വാല്യൂ എന്തുണ്ട് നമുക്കറിയാം. അസിഡിക് ബഫറിന്റെ കേസിൽ അസിഡിക് ബഫർ ആണെന്നുണ്ടെങ്കിൽ മക്കളെ സിമ്പിൾ ആണ്. pH is equal to PKA plus log concentration of salt divided by concentration of acid. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കോൺസെൻട്രേഷൻ ദാറ്റ്സ് ഈക്വൽ ടു 0.5 മോളർ ആണ്. അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കോൺസെൻട്രേഷൻ 0.1 മോളർ ആണ്. പക്ഷെ നമുക്ക് KA ആണ് തന്നത്. K എത്ര 1.8 × 10⁻⁻6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് PKA ആണ്. PKA is equal to മൈനസ് ലോഗ് KA ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 1.8 × 10⁻⁻6 ആണ്. മക്കളെ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടാവും എത്ര എന്നായിരിക്കുന്നോ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും 5.77 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് pHയിലേക്ക് ഡയറക്റ്റ് വരാൻ വേണ്ടി പറ്റും. pH is equal to 5.77 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് 0.5 ഡിവൈഡ് ബൈ 0.1 എന്നായിരിക്കും വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 5.77 പ്ലസ് 0.699. സോ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക 6.469 എന്നാണ് കിട്ടുക. 6.469. മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക നമ്മൾ ആദ്യത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് അടുത്ത ഈ ക്വസ്റ്റ്യനും ആണ് എപ്പോഴും ചോദിച്ചു കാണുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തരത്തിലാണ് PHന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമുക്ക് പബ്ലിക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം. സോ അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.